കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം കഫക്കെട്ട് വരിക, അവർ വായ തുറന്നുറങ്ങുക, കൂർക്കം വലിക്കുക, പല്ല് പൊന്തുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മൂക്കിലെ ദശവളർച്ചയായ അഡിനോയിഡ്സിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും. ഇനി നമ്മുടെ കുഞ്ഞിന് അഡിനോയിഡ്സിന്റെ പ്രശ്നം ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അഡിനോയിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിന്റെ പുറകുവശത്തുള്ള ഒരു ദശവളർച്ചയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ മൂക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണുന്ന പോലെ അല്ല. നമ്മുടെ മൂക്ക് പുറകിലേക്ക് ഒരു 6 to 8 സെന്റിമീറ്ററോളം ഉള്ളതാണ്. ഇത്രയും പുറകിലാണ് നമ്മുടെ അഡിനോയിഡ്സ് ഇരിക്കുന്നത്. അതൊരിക്കലും നമുക്ക് നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. അതിന് നമുക്ക് 2 മാർഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ഒരു എൻഡോസ്കോപ്പി അല്ലെങ്കിൽ എക്സ്റേ. ഇനി എൻഡോസ്കോപ്പി എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എൻഡോസ്കോപ്പിയാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡിനോയിഡ്സ് നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയാണ്. നമുക്ക് ആ ദശയുടെ വലുപ്പം എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. നമ്മൾ ഉമിനീർ ഇറക്കുക, കുഞ്ഞ് കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ദശ നമ്മളുടെ മൂക്കിന്റെ ഉള്ളിലേക്ക് എത്ര തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ചെവിനെയും മൂക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന ട്യൂബിനെ അത് തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊരു എൻഡോസ്കോപ്പിയോട് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സ്റേ ആണ്. എക്സ്റേ ഒരു ഫോട്ടോ പോലെയാണ്. നമുക്ക് ഒരു എക്സാക്ട് സൈസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ചെവിനെ മൂക്ക് കണക്ട് ചെയ്യുന്ന ട്യൂബിന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചെറിയ കുട്ടികൾക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കാം എക്സ്റേ ആണ്. ഇനി രണ്ടിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. എക്സ്റേക്ക് ഒരു റേഡിയേഷൻ എക്സ്പോഷർ എന്നൊരു പ്രശ്നമുണ്ട്. എൻഡോസ്കോപ്പിക്ക് ഒരു 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കംഫർട്ടബിൾ ആവില്ല എന്നൊരു പ്രശ്നവും ഉണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഈ 2 മാർഗത്തിൽ ഏതെങ്കിലും ഒന്നിലൂടെ കുഞ്ഞിന് അഡിനോയിഡ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം.